ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒത്തിരി ആവരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് വെള്ളം മാത്രം മതിയാകും. വെള്ളം ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതിങ്ങനെ അരച്ചെടുക്കാനായിട്ട്. അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൽ തന്നെ ഉണ്ടാക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്യാരറ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ക്യാരറ്റ് അരച്ചെടുക്കാനായിട്ട് നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരട്ടെ. ആ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ പാലാണ്. നല്ല കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമില്ല. 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പാണ്. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ് പൊടിച്ചതാണ്. ഞാനിവിടെ പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്ര അധികം ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് റവ എന്ന് പറയുന്നേ ഉള്ളൂ. കാരണം നമ്മളെടുത്തിരിക്കുന്ന ക്യാരറ്റിൻ്റെ അളവിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരാം. ഇനിയിപ്പോൾ നിങ്ങളെടുക്കുന്നത് വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ 1/4 കപ്പ് മുതൽ 1 കപ്പ് റവയൊക്കെ വേണ്ടതായിട്ട് വരും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1/4 കപ്പ് റവയാണ്. വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. റവ ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചിട്ട് ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റവ ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിലാവുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ കട്ടിയായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണേ. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇത്ര മതി. നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ചെറിയ ചൂട് എന്തായാലും ഉണ്ടായിരിക്കണം. കാരണം ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാനുള്ളതാണ്. അതിനായിട്ട് 2 സ്റ്റീൽ തട്ടിൽ നല്ലതുപോലെ തന്നെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ ബോൾസിൻ്റെ വലിപ്പമൊക്കെ എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. കുറച്ച് വലിയ വലിയ ഉരുളയായിട്ട് ഉരുട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ മോനാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റി. കണ്ടല്ലോ, ഒരു തട്ടിൽ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ടൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡലി തട്ടിലോ അല്പം വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് മാത്രം ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, കാണാനായിട്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 കപ്പ് അളവിൽ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല കയ്യിലുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി തികച്ചും ഓപ്ഷണലാണ്. ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ചെറിയ ചെറിയ തരിയോട് കൂടി പൊടിച്ചെടുത്താലും മതി, അങ്ങനെ ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കണം എന്നില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ക്യാരറ്റ് ബോൾസ് ഉണ്ടല്ലോ നല്ലതുപോലെ തന്നെ സ്റ്റീമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ആ ഒരു സമയത്ത് ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ലൈറ്റ് മധുരമായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊട്ടുകടലയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊട്ടുകടലയുടെ ചെറിയൊരു റോ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറി കിട്ടുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉരുട്ടി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സായി കിട്ടാനായിട്ടാണ് നമ്മളിതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി പാലിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് പാല് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടുകടല ഇല്ലയെന്നാണെങ്കിൽ തേങ്ങയും ശർക്കര പൊടിയൊക്കെ മാത്രം മതിയാകും. ഈ ഒരു പൊട്ടുകടലയുടെ പൊടി ചേർത്ത് കൊടുക്കേണ്ടതേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അതുപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.